ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ഇഫ ചിക്കനാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 3/4 സ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 സ്പൂൺ വരെ തൈര്. ഇതെല്ലാം ചേർത്ത് നമുക്ക് ഒരു മസാല ബാറ്റർ തയ്യാറാക്കാം. അതിനുശേഷം 2 പീസ് ചിക്കനാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫോർക്ക് കൊണ്ട് നമുക്കിങ്ങനെ കുത്തി കുത്തി കൊടുക്കുക, എന്നാലേ മസാല ഉള്ളിലേക്കെല്ലാം പിടിക്കും. അങ്ങനെ മസാലയിൽ ഞാൻ ചിക്കനിലേക്ക് തേച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പാൻ വെക്കാം. ആ പാനിലേക്ക് ചിക്കന് 2 മണിക്കൂർ വരെ മസാല പിടിക്കാൻ വെച്ചിട്ടുണ്ട്, അതിന് റെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഒരു പാനിൽ 1/2 സ്പൂണ് ബട്ടർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു സൈഡ് ആയതിനു ശേഷം നമുക്ക് തിരിച്ചു മറിച്ചെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു വൈറ്റ് സോസ് പോലെ വേണം. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ മയോണൈസാണ് ഫസ്റ്റ് ചെയ്തത്. മയോണൈസ് ഉണ്ടാക്കി അതിലേക്ക് നമ്മുടെ ഒരു മുട്ട പുഴുങ്ങിയത്, അതിൻ്റെ വൈറ്റ് മാത്രം എടുക്കുക. ആ വൈറ്റ് ഇടുക. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി. പിന്നെ വേണ്ടത് ഇതിലേക്ക് 2 സ്ലൈസ് ചീസാണ് വേണ്ടത്. അതും കൂടി ഇട്ട് നമുക്ക് നമ്മളെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ഇത് ഒരു തിക്ക് ബാറ്ററാക്കിയിട്ട് ഇത് അടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ സ്ഥലത്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് എത്തുന്ന രീതിയിൽ നമുക്കിത് ഒരു സ്പൂൺ കൊണ്ട് ആക്കി കൊടുക്കാം. അങ്ങനെ ഇത് അധികം ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത് ചപ്പാത്തിന് കൂടിയാണ് സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ഡിഷായി വീണ്ടും കാണാം.